ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ ഫോണിൽ നിരവധി ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അധിക ദിവസങ്ങളും അതിന് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് വാട്സ്ആപ്പ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇതിനൊക്കെ അപ്ഡേഷൻസ് വരുന്നുണ്ട്. അപ്ഡേഷൻസ് കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് അതിന് നമ്മൾ ഓരോന്നോരോന്നായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് നല്ലൊരു ടെക്നിക് ഉണ്ട്. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പുറത്തെവിടെയെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് വൈഫൈ ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് അതങ്ങോട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ നെറ്റ് ഒന്നും തീരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ ഫോണിൽ നിരവധി ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. കണ്ടു ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, നിങ്ങളുടെ ഫോണിൽ തന്നെ അറിയാം ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, അതേമാതിരി ഗൂഗിൾ ക്രോം ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡെയിലി ഇങ്ങനെ അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ സാധാരണ ചിലപ്പോഴൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഫോണിൽ അത് അപ്ഡേഷൻസ് വർക്ക് ആവാത്ത പ്രശ്നം വരും, ആപ്പുകൾ വർക്ക് ആവാത്ത പ്രശ്നം വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഓരോ അപ്ഡേറ്റ് നമ്മൾ ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഇൻസ്റ്റാഗ്രാം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് കൊടുക്കണം. ഇനി നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ മറ്റേ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ ഓരോരോ ആപ്ലിക്കേഷൻസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുറെ ടൈം നമുക്ക് പോകും അല്ലെ, നെറ്റും അതുപോലെ തന്നെ പോകും. അതിന് നല്ലൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കാണുന്നില്ലേ, അതിന്റെ തൊട്ട താഴെയായിട്ട് മാനേജ് ആൻഡ് ഇവിടെ കണ്ടില്ലേ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് പറയുന്ന ഓപ്ഷൻ, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ രണ്ട് ഓപ്ഷൻ, ഓവർവ്യൂ മാനേജും കാണാം അല്ലെ. ആ മാനേജ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാനേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസസിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് എല്ലാം എന്താണ്, റീസെന്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അത് നമുക്ക് അറിയാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇവിടെ നമുക്ക് ആ 3 ലൈൻസ് കാണുന്നില്ലേ, ആ 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ റീസെന്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട എന്താ അറിയോ, ആ ദിസ് ഡിവൈസിന്റെ തൊട്ടപ്പുറത്ത് ഒന്നും കൂടെയൊക്കെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അപ്ഡേറ്റ്സ് അവൈലബിൾ. ഏതിനൊക്കെയാണ് അപ്ഡേറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ ഇത്രയും ആപ്ലിക്കേഷൻസ് നമുക്ക് എന്തുണ്ട്, അപ്ഡേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം, നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ പുറമെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഫ്രീ ആയിട്ട് വൈഫൈ ഉള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ചെക്ക് ബോക്സ് കാണുന്നില്ലേ, ഇപ്പൊ നമുക്ക് ഇവിടെ മെറ്റയിൽ കാണുന്നുണ്ട്, ഇൻസ്റ്റയിൽ കാണുന്നുണ്ട്. അപ്പൊ എത്ര എണ്ണം വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ 2 ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ടിക്ക് ഇട്ടിട്ട് നമുക്ക് ഏറ്റവും മുകളിലുള്ള ആ ഒരു ഐക്കൺ കണ്ടില്ലേ, ക്ലോക്കിന്റെ ഐക്കൺ പോലുള്ള, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ആവുകയാണ്. അപ്പൊ നമുക്ക് വൈഫൈ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇനി മൊത്തത്തിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ചെക്ക് ബോക്സിൽ എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുക്കുക. അതായത് ഇതെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ഒറ്റ സ്റ്റെൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനായി നമ്മൾ ഇവിടെ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ എല്ലാ ആപ്ലിക്കേഷൻസും ഒരുമിച്ച് അപ്ഡേറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് നെറ്റ് വളരെ ലാഭിക്കാൻ പറ്റും. കാരണം വേറെ എവിടെയെങ്കിലും പുറമേയുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ചെയ്തു നോക്കാം. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് കമന്റ് അറിയിക്കുക.